എടവനക്കാട് തീരദേശവാസികളുടെ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിഷയം നിയമസഭയിൽ ഉന്നയിക്കും. പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമെന്നും വി ഡി സതീശൻ പറഞ്ഞു. എടവനക്കാട് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ഇടവനക്കാട് പഞ്ചായത്തിലെ 2.5 കിലോമീറ്ററോളം ദൂരം രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നായരമ്പലത്തുള്ള സ്ഥിതി. ഈ 2.5 കിലോമീറ്റർ ദൂരം ഇവിടെയും നായരമ്പലത്തും ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്ന തീരപ്രദേശത്ത്. അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽ ഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല. കരിങ്കല്ല് കല്ലാണ് ഇട്ടിരിക്കുന്നത്. ആ കല്ലെല്ലാം തെറിച്ചു വീണ് കിടക്കുകയാണ്. അത് മെയിന്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും. അത് മെയിന്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. കരിങ്കല്ല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അഴിഞ്ഞ് ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, കാലങ്ങളായി ആ പ്രദേശവാസികൾ ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. പല ഘട്ടങ്ങളിലും പല ഉറപ്പുകളും ഒക്കെ കിട്ടിയെങ്കിലും ഒന്നും ഒരു പ്രശ്നപരിഹാരത്തിന് വഴിവെച്ചില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധവും അവിടെ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രതിപക്ഷം UDF നേതൃത്വം എങ്ങനെയാണ് ആ വിഷയം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നേതാക്കളുടെ പ്രതികരണം എന്താണ് നിതിൻ? റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കാലങ്ങളായി ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന വലിയ ദുരിതമാണ് എടവനക്കാട് ഈ കടൽക്ഷോഭം. ഞാനിപ്പോൾ നിൽക്കുന്നത് എടവനക്കാട്ടെ ഈ കടൽ തീരത്താണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. കടൽ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് കരയിലേക്ക് കയറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇനിയിപ്പോൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ കടൽ കൂടുതൽ തീരത്തേക്ക് കയറുമെന്നാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നത്. അങ്ങനെ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ആളുകൾ കഴിയുന്നത്. ജീവനും സ്വത്തിനും എന്ന് സംരക്ഷണം ലഭിക്കുമെന്നറിയാതെ നിരവധി പേർ ഇവിടെ കഴിയുന്നു. പ്രതിഷേധവുമായി ശക്തമായി രംഗത്തുണ്ട്. എന്തായാലും തീരദേശവാസികളുടെ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. ഹൈബിയുടെ MP കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവഗണനയിലൂടെ ഈ തീരത്ത് കഴിയുന്നവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ വി ഡി സതീശൻ അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഒരു ഇടപെടൽ തേടി സർക്കാർ എന്തെങ്കിലും തരത്തിലൊരു പദ്ധതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇന്ന് വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ചില നീക്കം സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായാൽ എന്തായാലും UDF MP സഭയിലടക്കം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിയമസഭയിലടക്കം ഈ വിഷയം സജീവമായി തന്നെ ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ എടവനക്കാട്ടെ ചില ആളുകൾ ഇപ്പോൾ ചേരുന്നുണ്ട്. ചേച്ചി, ഈ ടെട്രാപോഡ് വേണമെന്നൊരു ആവശ്യമാണ് നിരന്തരം ഉന്നയിക്കുന്നത്. പ്രതിഷേധം തുടരുന്നുണ്ട്. എന്തെങ്കിലും ഒരു അധികാരികൾ എന്തും പറഞ്ഞോ? ഇതുവരെ ഒരു ഇത് വന്നിട്ടില്ല. ഇന്നിപ്പോ മന്ത്രി വി ഡി സതീശനും ഹൈബിയുടനും എല്ലാവരും വന്ന് കൂടെ വേറെയുള്ള ആൾക്കാരും MLA ഉണ്ടായില്ല, മെമ്പർമാരും ഇതിന്റെ കൂടെ നടക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് വരെ നമുക്ക് ഇത് അവര് പറഞ്ഞത് അത് ഇതായിട്ടില്ല. കുറെ ദിവസമായി നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കണത്. എന്നാലും അത് ചെയ്യണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഈ കടലിങ്ങനെ പൂർണ്ണമായും കയറിക്കൊണ്ട് വരികയാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ നിങ്ങൾ കഴിയുന്നത്? കടലെന്ന് വെച്ചാൽ ഈ കടലല്ല, പക്ഷെ ഞങ്ങളുടെ അങ്ങാട് കടലുണ്ട് അവിടെ. ഇതിപ്പോ നമുക്കിങ്ങനെ പോകാം. അവിടെ പോണെങ്കിൽ ഞങ്ങൾ മതിൽ ചാടിപ്പോണം. അവിടെ ആരും വന്നിട്ടില്ല, നോക്കിയിട്ടുമില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ എടുത്ത് പോയേക്കണം. ഞങ്ങൾക്ക് പോണെങ്കിൽ 13ാമത് അറ്റം അവിടെയാണ് വലിയ കടല്. അവിടെ വന്നിട്ടില്ല. ഇത് എത്ര വേഗം ഇതിന്റെ ഇത് പിന്നെ ഭിത്തി കെട്ടിയാലേ ഞങ്ങൾക്ക് പുലിമുട്ടും വെട്ടപ്പേടും വന്നാലേ ഞങ്ങൾക്ക് ഇവിടെ പാർക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കൊന്നും ഒരു വഴിയും കൂടി ഇല്ല. ഫ്രണ്ടില് ഞങ്ങൾക്ക് ചെമ്മിക്കെട്ടാണ്. പിന്നെ ഇവിടെ കടലി ബാക്കി കടല്. ഞങ്ങൾ പോണെങ്കിൽ ഇതേപോലെ ഞങ്ങൾക്ക് ഏതു നേരവും ഇങ്ങനെ നീന്തി ഞങ്ങൾ പോണം. ഇത് കടല് കയറിയാലും കെട്ടിൽ വെള്ളം വന്നാലും ഞങ്ങൾക്ക് ഇത് തന്നെയാണ്. താൽക്കാലിക കടൽ ഭിത്തി അത് കടന്നുകൊണ്ടാണ് ഈ കടൽ ഇങ്ങനെ പൂർണ്ണമായും തീരത്തേക്ക് വരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് ഇത് തീരദേശ പാതയാണ്. ഈ പാത പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതിനപ്പുറമുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നു. അങ്ങനെ കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. സുനാമിക്ക് ശേഷം അത് രൂക്ഷമായി. താൽക്കാലിക കടൽ ഭിത്തി പോലും സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി സ്ഥിതി വളരെ ദുരിതമാണ്. ആളുകൾക്കിടയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം സജീവമായി തന്നെ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അടിയന്തര ഇടപെടൽ ടെട്രാപാഡ് അടക്കമുള്ള കടൽ സംരക്ഷണ നിർമ്മാണമൊക്കെ ചെയ്തുകൊണ്ട് അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് എന്തായാലും എടവനക്കാട്ടെ ആളുകൾ ഉയർത്തുന്നത്. ശ്രീജിത്ത്, ശരി. എടവനക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിതിൻ അംബുജൻ.